found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. Reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. Into the night, I feel alive. This is the time when we feel young. എന്നുമേ പിന്തുടരും നിജമേ ഉന്നത നിൻ ഭവനേ സദനം എന്നുടെ വാസമായിടും ആമേൻ എന്നിടയൻ യഹോവാ പിതാവാ ഒന്നുമെനിക്കു കുറഞ്ഞു വരാ
സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആരെങ്കിലും കഴിഞ്ഞു പ്രകാരം നിന്നെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലവണക്കാൻ സ്നേഹമുള്ള ജോൺസൺ പാസ്റ്റേഴ്സ് പ്രാർത്ഥനയുന്നു. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ഈ വാത്സല്യ ഭവനത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവർക്ക് ദൈവം ദാനമായി കൊടുത്ത പ്രിയ മക്കളിൽ ഹല്ലേലൂയ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ദൈവസന്നദ്ധിയിൽ പ്രഭാതത്തിൽ തലവണക്കെ കണ്ണുകളെ അടച്ച് സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിപ്പാനും പ്രത്യേകിച്ചും പ്രിയ അവനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അതേ ആലയത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവേ, പ്രിയ മകനെ ഞങ്ങൾ തിരുകരങ്ങൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ തക്ക തുണയെ ഒരുക്കി കൊടുക്കുമെന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ മകനോടുള്ള ബന്ധത്തിൽ കർത്താവെ തനിക്ക് വേണ്ടി ഒരുക്കിയ പ്രിയ മകൾ ദക്ഷിണയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ പൈതന്റെയും ജനനം മുതൽ ഇന്നുവരെയും ദൈവീയ സാന്നിധ്യത്തിൽ കർത്താവ് മറച്ച് ഉള്ളങ്കരങ്ങൾ വഹിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. വ്യത്യസ്തമാകുന്ന മാതാപിതാക്കളാൽ അവർ ജനിച്ചു വളർത്തപ്പെട്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ അവർ ജീവിച്ചു വന്നു. ദൈവത്തിൻ്റെതായ സമയത്ത് ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനൊക്കെ എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കിയല്ലോ. അവരോടുള്ള ബന്ധത്തിൽ നിന്ന് നടക്കുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ മകനെ ദൈവം ചൊരിയണമേ. ഒരു ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ മകളുടെ ദൈവം ചൊരിഞ്ഞ് ദൈവത്താൽ അവരെ കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം നയിപ്പാനും കർത്താവ് അവരെ സഹായിക്കണമേ. ദൈവനാമ മഹത്വത്തിനായി നിലനിൽപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും അവരോട് കൂടെ ഇരിക്കണമേ. സഹോദരായി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവ സാന്നിധ്യത്തിൽ മറയ്ക്കണമേ. ലക്ഷ്മിയുടെ മാതാപിതാക്കളെയും സഹോദരിയും കുടുംബത്തെയും കർത്താവിന് കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് അവരെയും ദൈവം നിറയ്ക്കണമേ. ഭവനങ്ങളുള്ള ബന്ധത്തിൽ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും ഇന്ന് പകരം അവിടെ ഒരുമിച്ച് കൂടുവാൻ അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷ ക്രമീകരണങ്ങളുടെ മേലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. കാനാവിലെ കല്യാണ വിരുന്നിൽ പോരായ്മകളെ നികത്തി വലിയവനായ ദൈവം ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന എല്ലാ പോരായ്മകളെയും നികത്തണമെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലവും തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. തലമുറക്കിയിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമകനെ ഒരിക്കൽ കൂടി തിരുകരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം നൽകപ്പെട്ട നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നടക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. മാനമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹവും നാലെല്ലാവരോട് ഇന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയോട് തുടർന്നുള്ളവരുടെ ജീവിതത്തോട് ഇന്ന് വന്നേക്കും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാതെ നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇന്നിനിയൻ ജീവിതം? പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന
അനുരാഗാർദ്രതീരം അറിയാതെ അറിയാതെ പുളകം പകരാൻ എന്തിനോ തമ്മിലേ സംഗമം സംഗമം കാലമേ കാലമേ പുതിയൊരു ലോകം ഇളം തന്നെ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലർച്ചെണ്ടിൽ ഓരോ മൊട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാറാകും നീതോരോ മോഹമോരോ വർണ്ണം ആരാരോ പാടുവതാടി നീ ആരാദ്രനാകും അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു മാറി Hey, I was doing just fine before I met you. I drink too much and that's an issue, but I'm okay. Hey, you tell your friends it was nice to meet them, but I hope I never see them again. I know it breaks your heart. Moved to the city in a broke down car and 4 years no calls. Now you're looking pretty in a hotel bar and I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of the mattress that you stole from your roommate back in Boulder. We ain't ever getting older. We ain't ever getting older. We ain't ever getting older. You look as good as the day I met you. I forget just why I left you. I was insane. Stay and play that Blink 182 song that we beat to death in Tucson. Okay. I know it breaks your heart. Moved to the city in a broke down car and 4 years no call. Now I'm looking pretty in a hotel bar and I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of the mattress that you stole from your roommate back in Boulder. We ain't never getting older. We ain't never getting older. We ain't never getting older. So baby, pull me closer in the backseat of your Rover that I
ഡോക്ടർ ജെയും ദക്ഷിണ മഹായുടെ ഡിസ്ട്രിക്റ്റിൽ ധനുവച്ചപുരം CSIയുടെ ഭാഗങ്ങൾ ഡോക്ടർ രേഷ്മ യു രാജു തമ്മിൽ വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായി CSI അമരപുഴ ഇടവകയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്നിരിക്കുന്നു. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനയോടെ നേതൃത്വം നൽകുന്നത് ഈ നാളിൽ ദക്ഷിണ മഹായുടെ ബിഷപ്പ് കമ്മീഷണറെയും പാസ്റ്റർ ബോർഡിന്റെ സെക്രട്ടറിയുമായി അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന റവറന്റ് ജയരാജൻ അവர்களാണ്. ഇരു കുടുംബങ്ങളുടെയും കടന്നു വന്നിരിക്കുന്ന ഏവരുടെയും പേരിൽ അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമരപുഴ ഇടവകയുടെ ശുശ്രൂഷകൾ നൽകുന്ന റവറന്റ് ഡേവിഡ് അച്ഛൻ ഇന്നത്തെ അനുഗ്രഹീതമായ വിവാഹ ശുശ്രൂഷയിൽ ഈ പ്രിയമക്കൾക്ക് അനുയോജ്യമായ വിവാഹ സന്ദേശം നൽകുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് റവറന്റ് ഡോക്ടർ ക്രിസ്റ്റൻ ജയരാജനാണ്. അച്ഛനെ നാളുകൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ മാനേജറായി സേവനം അനുഷ്ഠിക്കുന്നു. സ്നേഹമുള്ള അച്ഛനെയും അവരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. മേഖലൂർ ഡിസ്ട്രിക്ട് ചെയർമാനായി ഈ നാളുകൾ സേവനമനുഷ്ഠിക്കുന്നതോടെ അമരപുഴ യേശുദാസ് നമ്മുടെ മാധ്യമങ്ങൾ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മാതൃശ്ശേരി ഇടവകയുടെ അധ്യക്ഷനായിരിക്കുന്ന റവറന്റ് സ്റ്റീവൻ ജോസഫ് അച്ഛൻ, റവറന്റ് ആൽബർട്ട് ജോൺ അച്ഛൻ കോട്ടൂർ ഡിസ്ട്രിക്ട് ചെയർമാൻ, ഈ അമരപുഴ ഇടവകയുടെ ശുശ്രൂഷകനായിരിക്കുന്ന റവറന്റ് സി പ്രസാദ് അച്ഛൻ, റവറന്റ് മാത്യു മാർക്കോസ് അച്ഛൻ, മണ്ഡലിമംഗലം ഇടവക ശുശ്രൂഷകൻ റവറന്റ് ടി ഷിബി അച്ഛൻ, കോവളമൊട്ടയ്ക്കാട് ഇടവക ശുശ്രൂഷകൻ റവറന്റ് ദാമൻ അച്ഛൻ, റവറന്റ് ബൈജു അച്ഛൻ, ഇവാഞ്ചലിസ്റ്റ് ഷെറൻ അവർ, ഇവാഞ്ചലിസ്റ്റ് യേശുദാസ് അവർ, റവറന്റ് സുശീൽ അച്ഛൻ, റവറന്റ് അനീഷ് അച്ഛൻ, ഇവരുടെ പ്രാർത്ഥനയോടുകൂടിയ സാന്നിധ്യം ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് ഏറെ അനുഗ്രഹമാണ്. എല്ലാ അച്ഛന്മാരെയും വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്നത് അമരപുഴ CSI ചർച്ച കൊയറുകളാണ്. കൊയർ മാസ്റ്റർ ദേവപ്രസാദ് സാറിനെയും കൊയറിനെയും വളരെ സ്നേഹത്തോടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകൾ ഭാഗത്തായി ഇരുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേക ഇരു സഭകളെ പ്രതികരിച്ച് സാക്ഷ്യം ഉൾപ്പെടാനായിട്ട് കടന്നു വന്നിരിക്കുന്ന സഭാ കമ്മിറ്റിയംഗങ്ങൾ, ഇരു ഭവനങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ശുശ്രൂഷയിൽ വളരെ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുകയും വിവാഹ ശുശ്രൂഷയുടെ ആശീർവാദം വരെയും നിങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ ദൈവാലയത്തിൽ നിങ്ങൾ ആയിരിക്കണമെന്ന സ്നേഹത്തോടെ അറിയിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ദൈവമായ കർത്താവേ, അങ്ങയിലാകുന്നു ഞങ്ങൾ വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ എല്ലാ നന്മകൾക്കായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾക്കായി, പ്രത്യേകിച്ച് വിവാഹം എന്ന വിശുദ്ധ അവസ്ഥയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുന്ന് വിവാഹത്തിലൂടെ നിയോഗിച്ചിരിക്കുന്ന വിശുദ്ധിക്കായും പാവനമായ സ്നേഹമെന്ന അനുഗ്രഹത്തിനായും സ്തോത്രം. ജീവന്റെയും നിത്യമായ സ്നേഹത്തിന്റെയും സകല സന്തോഷത്തിന്റെയും ദാതാവായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ ദാസരായ ഡോക്ടർ ജെറിൻ ജയൻ, ഡോക്ടർ രേഷ്മ യു രാജു എന്നീ മക്കളുടെ മേൽ അവിടുത്തെ കൃപ പകരണമേ. പാവനവും നിത്യവുമായ ബന്ധത്തിലൂടെ അവർ ഒന്നായി ചേരാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവർ അന്യോന്യം വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനുള്ള കൃപ പകരണമേ. ദൈവം നൽകുന്ന ആയുസ്സിന്റെ ഓരോ നാടും കൂട്ടായ്മയിൽ വസിക്കാൻ കൃപ നൽകണമേ. അവിടുത്തെ സഹായം കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ലല്ലോ. ഡോക്ടർ ജെറിന്റെയും ഡോക്ടർ രേഷ്മ യു രാജുവിന്റെയും മേൽ അവിടുത്തെ ആത്മാവിനെ പകരുകയും സ്നേഹത്തിലും ഐക്യത്തിലും ഇവർ നിലനിൽക്കാൻ കൃപ നൽകുകയും ചെയ്യണമേ. ദൈവാശ്രയത്തോടെ അവിടുത്തെ സ്നേഹത്തിന്റെ പരിപാലനത്തിൽ ആശ്രയിപ്പാൻ അവർക്ക് കൃപ നൽകണമേ. അവിടുത്തെ കൃപ കൊണ്ട് എല്ലാവരെയും കൂട്ടായ്മയിൽ കാത്തുകൊള്ളണമേ.
യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ പുരുഷനെയും ഈ സ്ത്രീയെയും വിവാഹത്തിൽ ഒന്നിച്ച് ചേർക്കുവാനായി നാം ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ഇത് പരിപാവനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനായിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾക്കുകയും, സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് ഗൗരവപൂർവ്വം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനന്തത്തിലും പരസ്പരം ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി സഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടേണ്ടതിനും ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുവാനായി ഇവർ ഇവിടെ വന്നിരിക്കുന്നു. ആകയാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസരണമായി ഇവർ വിവാഹം ചെയ്തുകൂടാ എന്നൊരു തക്ക കാരണം കാണിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം.
ജോയ്, ഡോക്ടർ ദേശനായി, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ച് ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതിപ്പോൾ പറയണമെന്ന് ദൈവമുൻപാകെ ഞാൻ നിങ്ങൾ ഇവരോട് നിഷ്കർഷയായി കൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ദിവ്യ വിചാരണയാൽ ഈ ദാസരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ഇവർ ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടിയിൽ എന്ന പോലെ പ്രവേശിക്കാനും തങ്ങൾ ശരീരങ്ങൾ സത്യമായി പാലിക്കുവാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അവളോട് മാത്രം ചേർന്നിരിക്കുന്നു. ദൈവം സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലങ്ങളുടെ വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുന്നു. ദൈവം സഹായിക്കാൻ ഞാൻ ചെയ്യും. ജബൽ എന്ന ഈ പുരുഷന് ഇതിൻ്റെ ഭർത്താവായി കഴിക്കുന്നു. അവനോട് മാത്രം ചേർന്നിരിക്കുന്നു. ദൈവം സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലമുള്ള വിശ്വാസമുള്ള ഭാര്യയായിരിക്കുന്നു. ദൈവം സഹായിക്കാൻ ഞാൻ ചെയ്യും.
ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിപാലിക്കാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. രക്ഷണമാകുന്ന ഞാൻ ചെറുതാകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിപാലിക്കാനും എല്ലാ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളും. സർവശക്തനായി വാഴ്ത്തി അനുഗ്രഹിച്ച് ഈ പ്രിയ മക്കൾക്ക് നൽകാനായി നമ്മുടെ കണ്ണുകൾ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. സർവശക്തിയും മഹാകരുണയുമുള്ള ഞങ്ങളുടെ കർത്താവേ, ഈ താലിയെ മോതിരങ്ങളെയും ഈ വിവാഹവസ്ത്രത്തെയും അവിടുന്ന് വാഴ്ത്തണമേ. ഇവ കൊടുക്കുകയും ധരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മക്കൾ അന്യ വിശ്വസ്തയിൽ വസിക്കുന്നതിനും അവിടെ ജീവിതകാലമൊക്കെയും അറ്റുപോകാത്ത സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയിടണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സമർപ്പിക്കാം. നിത്യമായ വിശ്വസ്തതയുടെയും മറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ താലിയും മോതിരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ വാങ്ങിക്കും. എൻ്റെ ഒരു സമയത്തല്ല ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. നിത്യമായ വിശ്വസ്തതയുടെയും മറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ താലിയും മോതിരവും ഞാൻ സ്വീകരിക്കും. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ വാങ്ങിക്കുന്നു. എൻ്റെ ഈ സ്വന്തത്തില്ല ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. എന്നോട് ചേർന്ന് പറയണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഡോക്ടർ റേഷ്ന യുവരാജ് എന്നിവർ ദൈവത്തിന്റെ സന്നിധിയിലും
ഈ സഹായത്തിന് മുമ്പാകെ പരസ്പരം ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും ഇവർക്ക് ഭർത്താവ് ഭാര്യമായിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പുസ്തകപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. ദൈവസന്നിധിയിൽ ഉഭയസമ്മതങ്ങളോടുകൂടെ ഇന്ന് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഡോക്ടർ ജെറിൻ, ഡോക്ടർ റേഷ്ന രാജ് എന്നിവരെ ദൈവസന്നിധി സമർപ്പിച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് നാം പ്രാർത്ഥിക്കാം. രണ്ടുപേരും മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഡോക്ടർ ജെറിൻ ജെ, ഡോക്ടർ റേഷ്ന രാജ് എന്ന ദാസകമേൽ അങ്ങനെ അനുഗ്രഹം അയക്കണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദാനങ്ങളുടെ പടികൾ നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങനെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കണ്ണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനാകുമാണ് ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് കൃപ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴുവൻ ചപ്പോ ചിലതൊന്നും കൈത്താളം മാത്രമേ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദോഷം കാണപ്പെടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമുറിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശം, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വല്ലോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വല്ലോ സ്നേഹം തന്നെ. ദൈവമേ അങ്ങേക്ക് ഉണ്ടാകട്ടെ. എന്നിവർക്ക് വിവാഹ സന്ദേശവും മംഗളാശംസകളും അറിയിക്കുവാനായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന ജയരാജനെ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷകളൊക്കെ കാണുകയും ദക്ഷിണ ഹൈദരാബാദ പാസ്പോർട്ട് സെക്രട്ടറി നമ്മുടെ പ്രിയമായ ജയരാജൻ,
ഈ ഇടവകയുടെ അധ്യക്ഷൻ ഡേവിഡ്, മറ്റ് സമാന്തരീയരായ ഡിസ്ട്രിക്ട് അധ്യക്ഷന്മാരെ, വൈദികരെ, സഭാ ശുശ്രൂഷകരെ, ചെറിയ നവദമ്പതികളെ, അവരുടെ മാതാപിതാക്കളെ, മറ്റ് അവരുടെ ബന്ധുക്കളായി, സഹപ്രവർത്തകരായി, കൂട്ടുകാരായി, സഭാവിശ്വാസികളായും ഒക്കെ ഈ വിവാഹത്തെ മംഗളപ്പെടുത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായി ഈ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിച്ച് ഈ ആരാധനയെ മനോഹരമാക്കുന്ന കായിക സംഘ അംഗങ്ങളെ, ഈ നല്ല ധന്യമുഹൂർത്തം അപരപാടികളിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഫോട്ടോഗ്രാഫി വിശിഷ്ടത ചെയ്യുമ്പോൾ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം. ഈ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ധന്യമായി തീരട്ടെ. രണ്ടുപേരും ആദര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രതിബദ്ധത ഈ സമൂഹത്തിലുണ്ട്. ഏറ്റവും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന നമുക്കമായി ആശംസിക്കുന്നു. നമ്മളിപ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മാതാപിതാക്കൾ വളരെ വേദനയോടുകൂടെ ആശങ്കയോടുകൂടെ പലപ്പോഴും അച്ഛന്മാരോട് പങ്കിടാറുണ്ട്. പരീക്ഷന്മാരുടെ ഒരു അപകടകരമായ ചോദ്യത്തിന് നമുക്കവിടെ കാണാൻ കഴിയും. പരീക്ഷന്മാർ വന്ന് ചോദിക്കുകയാണ്, ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന വിഹിതമൊന്നല്ല, ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ? ഒരു ക്ലോസ് ഉണ്ട്, ഒരു വകുപ്പുണ്ട്. അതിനെ എടുത്ത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. യേശു മർക്കോസിൽ പറയുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയുമ്പോൾ ആ ഭാഗത്ത് പറയുന്നു, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു വേർപിരിക്കുക. ഈ വിവാഹം എന്തിനാണെന്നുള്ളതിന് ഉത്തരം ഈ 3 വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഭാര്യയോട് പറ്റിച്ചേരും, ലിവിങ്. ന്യൂജൻ ദമ്പതികളൊക്കെ ചിന്തിക്കുന്നത് വാരണത്തിന് ഭാര്യ ഭർത്താവ് മതി, മാതാപിതാക്കൾ വേണ്ട എന്നാണ്. ചില ഭക്തിയുള്ള ആളുകൾ പറയും, അത് ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവം പറഞ്ഞ അപ്പനൊക്കെ ഉപേക്ഷിക്കണം. എന്നാൽ നമ്മളത് സൂക്ഷ്മമായി വായിക്കുമ്പോൾ, അന്നത്തെ ഒരു കോൺടാക്സ്റ്റ് നിന്ന് വായിക്കുമ്പോൾ ആ ഒരു അർത്ഥത്തിലല്ല, ഡിപ്പെൻഡൻ്റ് ആയ ആരോടാണ്? മാതാപിതാക്കളോട്, അല്ലേ? എല്ലാ കാര്യത്തിലും പാഠപുസ്തകമാണെങ്കിലും ഒക്കെ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ സ്വയം അന്യോന്യം ഡിപ്പെൻഡൻസ് ആണ്. മാതാപിതാക്കളുടെ ഇതുവരെയും നിങ്ങളുടെ ഇൻറ്റിമസി മാതാപിതാക്കളുണ്ടായിരുന്നു. ഏത് ചെറിയ കാര്യവും ഇൻറ്റിമസിയുടെ പ്രയോറിറ്റി നിങ്ങൾ തമ്മിലാണ്. നിങ്ങൾ ചെറിയ കാര്യം ലിവിങ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് ഉണ്ടാകേണ്ടത് ചിലരെ സംബന്ധിച്ചിടത്തോളം പപ്പയും അമ്മയും അവർ ഭാര്യയോട് പറ്റിച്ചേരും. അവർ പങ്കോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് നെയ്ത്തിൽ ഒരു കൈത്തറി, ഒരു തറിയുണ്ട്, നൂലുകൾ കൊണ്ട് 2 കളറെങ്കിലും കുറഞ്ഞത് വേണം, ചിലപ്പോൾ കൂടുതൽ കളറുണ്ടാവും. ഇപ്പം 2 കളറിലുള്ള നിറങ്ങളിലുള്ള നൂലുകൾ വളരെ ഭംഗിയുള്ളതാക്കി തരുന്നു. നമുക്ക് ഈ വെള്ളനൂലിൽ എവിടെയൊക്കെ ചേർക്കണം, അതിനെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി അത് നെയ്ത് കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സ്വഭാവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുക അസാധ്യമാണ്. പക്ഷേ അതിനെ കുട്ടിച്ചാക്കി ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് കഴിയണം. ഇപ്പം നമ്മൾ വിവാഹത്തിന് 2 വാമഭാഗം എന്ന് നമ്മൾ പറയും, ഇടതുഭാഗം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ഒരു ഭാരതീയ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഇടതുവശത്ത് ഭാര്യ ഇരുത്തുന്നത് ഭാര്യയ്ക്കുള്ള ഒരു പര്യായമാണ് ഈ വാമഭാഗം എന്ന് പറയുന്നത്. എന്തിനാണെന്ന് അറിയാമോ? അപ്പം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമെങ്കിൽ ഇടതുവശത്ത് നല്ല എളുപ്പം. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഇങ്ങനെ സ്വീകരിച്ചു വരുന്നത്. മറ്റൊന്ന് നമ്മൾ ഈ മോതിരം അണിയുന്നത്, മോതിരം അങ്ങോട്ട് അണിയുന്നത്. പക്ഷെ ഇത് തുടങ്ങിയത് പുരാണ ഗ്രീക്കിലാണ്. പൗരാണിക പറയുന്നൊരു റീസൺ ഇതാണ്. ഈ ഇടതുവശത്തെ മോതിര വിരലിൽ ഞാൻ പറഞ്ഞ ഇടതുവശത്തെ നമ്മുടെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വെയിനാണ്. അതുകൊണ്ട് ഈ നമ്മൾ മലയാളത്തിൽ ഹൃദയധമനി എന്ന് പറയുമല്ലോ, അതാണ് ഈ ഹൃദയധമനി അണിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഡോക്ടേഴ്സ് അറിയാം. അതിനുള്ള കാര്യമാണ്. പാരമ്പര്യത്തിലും ക്രിസ്തീയ വിശ്വാസത്തിലും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളിപ്പോൾ പോയാലും അറിയാം, ഈ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായ മൂടിക്കുന്നതാണ്. നമ്മൾ പള്ളിയിൽ ആരാധനയ്ക്ക് മാത്രമാണ് ചെയ്യാറുള്ളത്. മൂടിക്കുന്നതാണ്. നോ വൺ ഷുഡ് ലുക്ക് മൈ ഫേസ് എക്സെപ്റ്റ് മൈ ഹസ്ബൻഡ്. എൻ്റെ മുഖം വേറെ ആരും കാണണം, മൂടുകൊള്ളണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില മിക്സ് നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള
ഒരുമിക്കാനുള്ള ഒരു ഘടകങ്ങളാണ്. അതുകൊണ്ട് വേദപുസ്തകവും യേശുക്രിസ്തുവും നമ്മെ അടിവരയിട്ട് മനുഷ്യൻ വേർപിരിക്കുക. നമ്മുടെ ഞാൻ പറഞ്ഞത് ചുരുക്കമിതാണ്, ദൈവമാണ് നിങ്ങളെ ഒരുമിപ്പിച്ചത്. ദൈവം കൂട്ടിച്ചേർത്തത് ആരും വേർപിരിക്കരുത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി ജീവിക്കണം. ഏതെങ്കിലും നമുക്ക് പോകാം. ആദ്യം ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. അവരൊരുമിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. വീടാകുമ്പോൾ ഏതെങ്കിലും അവരെ സന്ദർശിക്കാനുള്ള ദൈവത്തിൻ്റെ വലതുകരവും ഇടതുകരവും പിടിച്ച് ദൈവങ്ങളുടെ മധ്യത്തിലൂടെ അവ്യാഹത്തിലൂടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടായി, അസമാധാനം ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് 2-3 പേരാണ് വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്നത്. 2 പേര് നിങ്ങൾ നവദമ്പതികളാണ്. പക്ഷെ ഒരാൾ കൂടെ, അദൃശ്യനായ ദൈവം കൂടെ നിങ്ങളോടൊപ്പം ചേരുകയാണ്. ആ ദൈവത്തോട് നിങ്ങൾ പറ്റിച്ചേരുന്നത്. നമ്മൾ അതിലൊക്കെ ഭാരതീയ ചിന്ത അനുസരിച്ച് ഈ ദേവാലയങ്ങളുടെ, ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പരിസരങ്ങളിലാണ് ഈ ആല് ഉണ്ടാകും. അപ്പൊ അതിന്റെ അർത്ഥം ആലിലയിൽ ദൈവം കുടികൊള്ളുന്ന ഒരു വിശ്വാസം, ഒരുപക്ഷെ അന്ധവിശ്വാസമായിരിക്കാം. അപ്പൊ അതിൽ നിന്നാണ് ഈ ആലിലയുടെ രൂപത്തിൽ ഈ താലിയുടെ ലോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രസൻസ് ആണ് ഭാരതീയ പാരമ്പര്യത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ക്രിസ്തീയ തോബിയാസ് സാറായെ കരം പിടിച്ച് അവരോട് പറയുകയാണ്, നമുക്ക് ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. 2 പേരും ചേർന്ന് ആമേൻ പറയുന്നു. പിന്നെ കിടക്കയിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കണം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കുക കുടുംബജീവിതം. പ്രാർത്ഥനയോടുകൂടെ ഓരോ ദിവസവും നിങ്ങളുടെ കുടുംബജീവിതത്തോട് പോട്ടെ. സഭയിൽ ക്രിസ്തീയ വിശ്വാസികളുമായി കൂട്ടായ്മ നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ. ആദർശിച്ചിരിക്കുന്നു. നിങ്ങളിലൂടെ യേശുവിനെ ലോകം കാണാൻ, യേശുവിനെ നിങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾ സാധിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും സമൃദ്ധിയായ ജീവനും ഒന്നുകൂടെ നിങ്ങൾ എല്ലാവരും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്ന ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുള്ള ദേശീയയുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ച് എൻ്റെ പിതാവ് എസ് രാജ് സാർ ദീർഘകാലമായി ഒരടുത്ത സുഹൃത്ത്, നമ്മുടെ സ്കൂളുകളിൽ വളരെ കാര്യക്ഷമമായി ശുശ്രൂഷ അർപ്പിച്ച, സേവനമനുഷ്ഠിച്ച ഒരു അധ്യാപകൻ കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് അവാർഡ് ലഭ്യമാകാൻ ഇടയായി. അദ്ദേഹത്തിന്റെ ഔദ്യോഗികത്തിൽ അവാർഡ് ലഭിച്ചെങ്കിലും ജീവിതത്തിൽ ഒരു ജയാളിയാണ്. തീർച്ചയായും അവിടെ 2 പേര് ടീച്ചർ, മാതൃകാ അധ്യാപകരായി സേവനമനുഷ്ഠിക്കുന്നു. അവരുടെ മകനാണ് ജെറിൻ. ഡോക്ടറായി സമൂഹത്തിൽ അനേക ആളുകൾക്ക് ജീവന്റെ പരിപോഷണം നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ജെറിൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ രേഷ്മി നിലവിച്ചൊരു സഭയുടെ കമ്മിറ്റി അംഗമായ രാജുവിന്റെ മകളാണ്. അമ്മ വിമൻസ് റിലേഷൻഷിപ്പിന്റെ സെക്രട്ടറിയായി ജീവൻ നഷ്ടമാകുമെന്ന് ഭയം വരുമ്പോഴാണ് ഡോക്ടർമാരും ചെയ്യുന്നത്. അതോട് കുട്ടികളുമായി വരുന്ന പേഷ്യൻസ് പ്രാണാർത്ഥം ഓടിയെത്തുന്നവരാണ്. അവരുടെ ജീവൻ എങ്ങനെയാണ് നമ്മൾ പരീക്ഷിക്കുന്നത്? അത് ദൈവത്തിന്റെ ഒരു തുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ ശുശ്രൂഷകളും സേവനങ്ങളും പൊതുസമൂഹത്തിന് അനുഗ്രഹമായി തീരും. 2 വിശ്വരാജ് നല്ലൊരു പ്രഭാഷണം നിങ്ങൾക്ക് നൽകി. നമുക്ക് എല്ലാവർക്കും വളരെ ഗുണകരമായ ഒരു പ്രഭാഷണം. ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യം തന്നെയാണ്. ജീവിതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ചില അവസാനം പറഞ്ഞു നിർത്തി. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ ചൈതന്യം കൈവരിക്കാൻ കഴിയും. ആ ക്രിസ്തുവാണ് നിങ്ങളെ ജീവിതത്തിന്റെ തലത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവവഴിയിൽ നടക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ പ്രണയിച്ചു, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നന്നായി നിർവഹിച്ചു.
സ്വതന്ത്ര കുടുംബമാക്കി ഇന്ന് മാറ്റാനായിട്ട് ദൈവം കൃപ നൽകി. മൂന്നാമത്, നിങ്ങളെന്നും ഈ സഭയാണ് നിങ്ങളെ അധ്യാത്മ തലങ്ങളിൽ ഉയർത്തി. നമ്മുടെ സഭയാണ് നമുക്കൊരു ജീവിതം നൽകിയത്. ക്രൈസ്തവ കുടുംബങ്ങളെ സംബന്ധിച്ച് ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സമൂഹമായി വളർത്തി വലുതാക്കിയത് നമ്മുടെ സഭയാണ്. ആ സ്വമേധയായി വളർന്നവരല്ല, ആർക്കും വേണ്ടാത്ത ഒരു സമൂഹമായി നമ്മെ ദൈവത്തിന്റെ വലിയ സ്നേഹം തേടിയെത്തി. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രാർത്ഥിച്ച് പൊതുസമൂഹത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഭയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇരുവരും എന്ന് ഓർക്കണം, നമ്മുടെ സഭ, ഈ സഭയാണ് നിങ്ങളെ ഈ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഒരു വലിയ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ഏറ്റവും നന്നായി ഈ സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ദക്ഷിണകേരള മക്കളുടെ കുടുംബത്തിന്റെ പേരിൽ, ഞങ്ങളുടെ പാസ്റ്റർ ബോർഡ് കുടുംബത്തിന്റെ പേരിൽ, എല്ലാ വൈദികരുടെ പേരിലുള്ള എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. ദൈവത്തിന്റെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഞാൻ പാസ്റ്റർ ബോർഡ് പ്രധാനം നൽകുന്നു. എന്റെ ഒരു സ്വീകരിച്ചു പറയാനുണ്ട്. രീതിയിൽ മഹായിടവക പാസ്റ്റർ ബോർഡ് ആശംസ അർപ്പിച്ചു. മറ്റു ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകി. അച്ഛൻ്റെ ശുശ്രൂഷ ഈ നാളുകളിൽ പലവിധമായി ദക്ഷിണകേരള മഹായിടവകയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യ സഭയ്ക്ക് വളരെ അനുഗ്രഹമായി നൽകിക്കൊണ്ടിരിക്കുന്നു. അച്ഛനായി ശുശ്രൂഷ നൽകിയ സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ വന്നുവരുന്ന സഭ ആദരത്തിൽ പോവുകയും തുടർന്ന് സാക്ഷികൾ പോവുകയും ഈ സമയം ഗായക സംഘം മംഗളകാരം ആരംഭിക്കുന്നത്. ധനുവച്ചവരുടെ ശുശ്രൂഷകനും മേഖലം ഡിസ്ട്രിക്ട് ചെയർമാനുമായിരിക്കുന്ന അമരപുരം സ്നേഹവും ബഹുമാനമുള്ള അമരപുര യേശുദാസൻ, മാധവശ്ശേരി സഭ ശുശ്രൂഷകൻ സ്റ്റീഫൻ ജോസഫൻ, ക്രിസ്ത്യൻ ദേരാജൻ, മറ്റ് വേദിയിലായിരിക്കുന്ന എല്ലാ പട്ടക്കാർ, ഇന്ന് വിവാഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നവദമ്പതികൾ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കളായി ചർച്ചക്കാരായി കടന്നു വന്നിരിക്കുന്നവർ, വയറക്കങ്ങൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനമായി അറിയിക്കുന്നു. ഇന്ന് വിവാഹിതരായിരിക്കുന്ന ഡോക്ടർ രേഷ്നായി രാജു നമ്മുടെ CSI നെടുമഞ്ചേരം സഭാംഗമാണ്. അവരുടെ കുടുംബം, അതായത് M. രാജു സാർ, ഇരുവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടെ, ഇവരുടെ വിവാഹ ജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ. എല്ലാ ആത്മീയവും ഭൗതികവുമായ നന്മകൾ നമുക്ക് ലഭിക്കട്ടെ. നെടുമഞ്ചേരം CSI സഭയുടെ മേലുള്ള എല്ലാ വിവാഹങ്ങളും ആശംസകളും നേരുന്നു. അച്ഛൻ നന്ദിയും ഉപകാരം സ്വീകരിക്കാനായി രണ്ടുപേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ സഭയിലേക്ക് ഒരു പുതിയ കുടുംബം കൂടെ ജനങ്ങളിൽ
ഒരുമിച്ച് ചേർന്നതിൽ വളരെ സന്തോഷം. സഭയിലെ ശുശ്രൂഷകൾ ഇതുവരെ ചെയ്തതിൽ അധികമായി നിങ്ങളുടെ പങ്കാളിത്തവും ഒരു പാർട്ടിസിപ്പേഷനും ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് ആലോചന പറയുന്നു. സഭയുടെ പേരിലുള്ള ഒരു ചെറിയൊരു പാരിതോഷികം നിങ്ങൾക്ക് നൽകാനാണ്. ദൈവത്തിന്റെ കൃപ പകരണമേ. ഉത്തരവാദിത്തമുള്ള കുടുംബജീവിതം നയിക്കാൻ ഇവരെ സഹായിക്കണം. ജീവിതത്തിലും സ്നേഹത്തിലും ശുശ്രൂഷകളിൽ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച വിവാഹത്തിനായ എല്ലാവർക്കും അവരുടെ വിവാഹത്തിന്റെ പ്രതിജ്ഞകൾ പുതുക്കുവാൻ ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യാഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും വേണ്ടി അങ്ങനെ അവിടുത്തെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ഉപകരണമായിരിക്കാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് താഴ്മയായി ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ ഞങ്ങളുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങളെവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും മാറിപ്പെടാറുണ്ട്. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും ഞങ്ങളുടെ പ്രമാണങ്ങൾ വഴികളിലും ഞങ്ങളുടെ കൽപ്പനകളിൽ ചേർന്ന ക്രിയകൾ നടത്തി ശുദ്ധീകരിച്ച് പരിപാലന ഇഷ്ടം തോന്നുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവും ഉണ്ടായി നാം എല്ലാവരോടും പ്രത്യേകിച്ച് വിവാഹത്തിനായി ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ നവദമ്പതികളോട് ഇന്ന് തന്നെ ഇവിടെ ഇരിക്കുമാറാകട്ടെ. മുന്നിലായിരിക്കുന്ന നവദിനങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഒരു സ്നേഹപ്രകടനം അറിയുകയും ഇന്നത്തെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച രണ്ട് കുഞ്ഞുങ്ങളും ഈ കാമ്പൗണ്ടിനകത്ത് പഠിച്ചു വളർന്ന കുഞ്ഞ പ്രായത്തിൻ്റെ മകള് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു. ഈ മകൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തൊട്ട് പഠിച്ചു, ഹൈസ്കൂളിൽ പഠിച്ചു, ഹയർ സെക്കൻഡറി പഠിച്ചു. ഈ കോമ്പൗണ്ടിന് കുടുംബമായി കഴിഞ്ഞു. ഞാനും
ഈ കോമ്പൗണ്ടിലിരിക്കുന്ന സ്കൂളിൽ അധ്യാപകനായി പെൻഷനായി എച്ചമായി പെൻഷനായതാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് തൊട്ട് താഴത്തെ സ്കൂളിലെ ടീച്ചർ, എൻ്റെ മൂത്ത മകൻ ഇവിടെ പഠിച്ചു, രേഷ്മയുടെ മൂത്ത മകൻ ഈ കോമ്പൗണ്ടിൽ പഠിച്ചു. അവരെല്ലാം ഒരുമിച്ച് പഠിച്ച് ഈ കോമ്പൗണ്ടും ഈ സഭയും ഞങ്ങളുടെ കുടുംബങ്ങളും. അപ്പോൾ രേഷ്മയുടെ ആ കുടുംബവും ഇവിടെ പഠിച്ചു. അപ്പം അങ്ങനെ ഈ കുടുംബങ്ങൾ ദൈവം ഒന്നിച്ച് ചേർത്തതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ രേഷ്മയെ ഞാൻ ആ ഡിസ്ട്രിക്റ്റിൽ സൺഡേ സ്കൂളിൽ ഒരു വിസിറ്റിങ്ങിന് പോയപ്പോൾ മനോഹരമായി പാടി. എനിക്കാരെന്ന് പറഞ്ഞില്ല, ഒരു കൊച്ചു കുഞ്ഞാണ്. എനിക്ക് പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ കുഞ്ഞിനൊരു സമ്മാനം. ഇവിടെ നമ്മുടെ ഉറപ്പിപ്പൊക്കായപ്പോൾ പറഞ്ഞു എനിക്ക് ട്രോഫി തന്ന സാറിൻ്റെ മകൻ. ഇപ്പം ഞാൻ പിന്നെയാണ് ഹൃദയത്തിൽ ഓർക്കുന്നത് ആ ഒരു ട്രോഫിയിലൂടെ ഒരു അതിശയം നമ്മൾ കയറിയത്. ഇതാണ് വളരെ അതിശയമാണ്. ഞങ്ങൾ പോലെ ജീവിതത്തിൽ എന്നെ നോക്കിയതല്ല മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് അവസാനം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് എൻ്റെ മകളായി ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് എൻ്റെ ദൗത്യം എനിക്ക് വളരെ സ്നേഹമെന്ന് പറഞ്ഞാൽ പുരോഹിത കുടുംബം. എൻ്റെ മൂത്ത മകൻ മൂത്ത ജ്യേഷ്ഠൻ ഒരു പുരോഹിതനാണ്. എനിക്ക് എൻ്റെ സുവിശേഷം ഞങ്ങൾ ഒരു പുരോഹിത കുടുംബത്തിനകത്തൊക്കെ ഉൾപ്പെട്ടാണ്. അപ്പോൾ എനിക്ക് പുരോഹിതന്മാരെ വളരെ സ്നേഹമാണ്. ജയരാജൻ എന്ന് പറഞ്ഞ ജയരാജൻ ഞങ്ങൾ വളരെ ഒരു കുടുംബ ബന്ധമാണ്. അപ്പോൾ ഈ അച്ഛന്മാർ ഞങ്ങൾക്ക് മറ്റൊരു ഭേദമില്ല, ഒരു കക്ഷിഭേദമല്ല. എനിക്ക് പുരോഹിത കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം നമ്മുടെ യേശുദാസച്ചനും ചെറുപ്പം പറയും ആ സ്നേഹമൊക്കെ വിട്ടുകളാണ്. ഇല്ല, മനസ്സിൽ എപ്പോഴും എനിക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ അച്ഛന്മാരെ ഞാൻ ചെറിയ അച്ഛന്മാരെ മോഡലാക്കി വിളിച്ചത്. എനിക്ക് ചെന്നെത്താൻ പറ്റിയില്ല. വിളിച്ച് ആ നിമിഷം മുതൽ ഒരു മാസമായി അവരെ വിളിച്ച് ഡയറിയിൽ കുറിച്ച് അങ്ങനെയാണ്. ഒരു മാസമായി ഞാൻ വന്നിട്ട് പോകും സാറിൻ്റെ മകൻ്റെ വിവാഹം. മൂത്ത മകൻ്റെ വിവാഹം നടന്ന കൊറോണ സമയമായിരുന്നു. അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുരോഹിത കുടുംബത്തിലാണ്. അത് ഒരു നമ്മുടെ ഷാരോ ചർച്ചിലെ പാസ്റ്ററായിരിക്കുന്ന ഒരു പുരോഹിത കുടുംബത്തിലാണ്. പാസ്റ്റർ എൻ്റെ പേര് പോകും. അപ്പം നമ്മുടെ ഒരു പുരോഹിത കുടുംബമാണ്, ദൈവം നിയോഗിച്ചതാണ്. അപ്പം എന്തായാലും എല്ലാ അച്ഛന്മാരും എനിക്ക് ഇന്ന് നമ്മുടെ സഭയിൽ വന്നിട്ട് ദുബായ് അച്ഛൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അച്ഛൻ അവിടെ എനിക്ക് ആ ശുശ്രൂഷ നമ്മുടെ വേറെ കാര്യം നിലനിർത്താൻ പറ്റാത്തതുകൊണ്ട് 2 സഭയിലാണ് അച്ഛൻ ഓടി പോകുന്നത്. ഓട്ടമാണ്, ഇരിപ്പില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും. അപ്പം ഇങ്ങനെ ഉള്ള ഒരു പുരോഹിത കുടുംബം മുമ്പ് ഇരുന്ന നമ്മുടെ ബൈബിൾ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. അന്തർസജ്ജനെ ഇരിക്കുന്ന പ്രായമുള്ള അച്ഛൻ കുടുംബത്തിലെ നമ്മുടെ ജ്യേഷ്ഠനെ പോലെയാണ്. അപ്പോൾ എല്ലാ അച്ഛന്മാരും ഞാൻ വിളിച്ചപ്പോൾ വന്നു, ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് അച്ഛന്മാരെ വേദിയിരിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. എല്ലാവരെയും കൃഷ്ണജയരാജനെ നല്ലൊരു മെസ്സേജ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനകത്തേക്ക് ഇരുന്നതാണ്. കൂടാതെ നമ്മുടെ ഇന്ന് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഇരു കുടുംബങ്ങളുടെ പേര് ക്ഷണിക്കുന്നു. നമ്മുടെ മുൻ മഹാരാജ് സെക്രട്ടറി ലോറൻസ് സാറിന് വന്നു. എനിക്ക് വളരെ സന്തോഷം. എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഈ ഒരു വിവാഹ ശുശ്രൂഷ വന്നപ്പോൾ നമുക്കൊരു സന്തോഷം. ഇത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടിച്ചേരാം. ഇനിയും ആ ഒരു അവസാന നാളിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ നമ്മളിപ്പോൾ രണ്ടുപേരും ഒരു കുടുംബമായി, പരസ്പരം ഒരു കുടുംബമായി അവരുടെ സഹോദരൻ ഞങ്ങളുടെ സേവനം സ്വീകരിച്ച് കൂടാതെ ഇന്നത്തെ ശുശ്രൂഷകൾ നടത്തിയ ചെയർമാനച്ഛൻ മാറ്റച്ഛൻ നമ്മുടെ നമ്മുടെ മാത്യു മാർക്കോസിന്റെ ചില വരികളെങ്കിലും കേൾക്കാം. അതിനുള്ള സമയം തോന്നുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ പാടുകൾ എഴുതി തകർക്കുകയാണ്, ഈണങ്ങൾ കൊടുക്കുക. കഴിവുള്ള അച്ഛനെ ഞങ്ങളെ കൊണ്ടിരുന്നതാണ്. ഞാനൊക്കെ എങ്ങനെയാണ് വളർന്നു. അപ്പൊ എന്തായാലും എനിക്കിത് വളരെ സന്തോഷം. പുരോഹിത കുടുംബങ്ങൾ, പുരോഹിത മാർഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് എൻ്റെ മകളുടെയും വിവാഹ കർമ്മം നടത്തി. ഈ കുടുംബത്തിൻ്റെയും ബന്ധുക്കൾ, ചാർച്ചക്കാർ, എൻ്റെ സ്നേഹിതർ, ഈ ദേശത്തെ സഭ ഈ അമരോള പ്രദേശം എല്ലാവരും ഒരുമിച്ച് ഒറ്റവാക്കിൽ പിന്നെ കൂടാതെ വേറെ നന്നായി പാടി അവർക്കും ഒറ്റവാക്കിലുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നത്. ഇത് കഴിഞ്ഞ് തൊട്ട്